ഹായ്. ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആളുകളുണ്ടോ? അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ചൈനീസ് ബോൾ ചെടികളാണ് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ ഒരുപാട് ചൈനീസ് ബോൾ ചെടികളുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ വെറൈറ്റി കളേഴ്സ് ഉള്ള ചൈനീസ് ബോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലെ ചൈനീസ് ബോൾസിന്റെ ഏകദേശം 10-15 കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ അതെല്ലാം നമ്മൾ റീപ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റീപ്ലാന്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ മൂത്തു പോയിട്ട് ഇതുപോലെ പൂക്കളില്ലാതെ നിൽക്കൂട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളെ ആക്രമിക്കാനായിട്ട് ചില സമയങ്ങളിൽ ഇതുപോലെ പുഴുക്കളൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മള് പുഴുക്കളെയൊക്കെ പിടിച്ച് കൈയോടെ കൊന്നു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചെടികളുടെ നീര് മൊത്തം ഊറ്റി കുടിച്ച് ചൈനീസ് ബോൾ ചെടികളൊക്കെ മുരടിച്ച് പോകും കേട്ടോ. അപ്പൊ അതേ ഞാന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു 10-15 പുഴുക്കളെയൊക്കെ പിടിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ വേരില് പറ്റി പിടിച്ച് സുഖമായിട്ട് ഇരുന്നിട്ട് അതിന്റെ നീര് ഊറ്റി കുടിച്ചിട്ടാണ് ഇവരെ വളരുന്നത്. അപ്പം ഒരു പരിധിവരെയൊക്കെ നമ്മൾ കൊല്ലാതെ വിടും. എന്നാൽ പോലും നമ്മുടെ ചെടികൾക്ക് ഒത്തിരി ആക്രമണം വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെയൊക്കെ പിടിച്ച് കൊല്ലുകയാണ് ചെയ്യാറ്. അപ്പൊ രാവിലെ വൈകുന്നേരവും നമ്മൾ ചൈനീസ് ബോൾ ചെടി നല്ല വെയിലൊക്കെ ആണെങ്കിൽ നനച്ചു കൊടുക്കണം. കാരണം ഇതിന്റെ തണ്ട് വളരെ നേർത്തതാണ്. ഇപ്പൊ ചെറിയൊരു വെയിലേറ്റാൽ പോലും ഇത് വാടി പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ രാവിലെ വൈകുന്നേരം ഒക്കെ നനച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ റീപ്ലാന്റ് ചെയ്തിട്ടുള്ള ചെടികളൊക്കെ ടെറസിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ തൈകളാണ് കേട്ടോ നട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ ഒരു 4-5 തൈകളെങ്കിലും നട്ടാലാണ് നമുക്ക് പിടിച്ച് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഒരു തൈകളാ വെക്കുന്നതെങ്കിൽ ആ ഒരു തൈകൾ എന്തെങ്കിലും കാരണവശാല് നശിച്ചു പോയാൽ പിന്നെ ചട്ടിയിലൊന്നും ഉണ്ടാവില്ല. 2-3 തൈകളൊക്കെ വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ, അത് അവിടെ നിന്ന് പിടിച്ച് കിട്ടിക്കോളും. പിന്നെ നമ്മുടെ വീട്ടിലില്ലാത്ത കുറച്ച് വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ തൊട്ടടുത്ത ഒരു വീട്ടിലെ ആന്റി നമുക്ക് ഇങ്ങനെ ചെടികൾ തരാറുണ്ട്. ഇവിടുന്നും അങ്ങോട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പുതിയൊരു 16 ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്ത കളേഴ്സ് ഒക്കെ നട്ടു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതെല്ലാം ഒരു കളറ് വീതം ഉള്ള 2 തൈകളുണ്ട് കേട്ടോ. അപ്പോൾ 2 തൈകളെങ്കിലും മിനിമം നമ്മൾ നട്ടു കൊടുക്കണം. പിന്നെ മഴ സമയത്താണ് ചൈനീസ് ബോൾ ചെടികൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഏറ്റവും പറ്റിയ സമയം. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം മഴ സമയത്താണെങ്കിൽ ചെടികൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഒരു 4-5 ദിവസം മാക്സിമം മതി ഇതൊക്കെ വേര് പിടിച്ച് കിട്ടാനായിട്ട്. അപ്പൊ ഇവിടെ ഒരു 4-5 ദിവസം ഇങ്ങനെ മഴയത്ത് നിന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഞാൻ പതുക്കെ എടുത്ത് ടെറസിലേക്ക് വെക്കും. അവിടെ നിന്ന് ഇത് നല്ല രീതിയിൽ വളരും. താഴെ മുറ്റത്താണെങ്കിൽ പുഴുവിന്റെ ശല്യവും പിന്നെ കുറച്ച് തണലൊക്കെ ഉള്ളതുകൊണ്ട് ചെടികൾ അത്ര നന്നായിട്ട് വളരില്ല കേട്ടോ. മുകളിലാകുമ്പോഴത്തേക്കും ഒരു 1.5 മാസം കൊണ്ടൊക്കെ ചെടികൾ നല്ല രീതിയിൽ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വന്നോളും. അപ്പൊ അതങ്ങനെ ചൈനീസ് ബോൾസിന്റെ വിശേഷങ്ങളൊക്കെ അതാണ്. പിന്നെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കുറെ റോസാ ചെടികൾ ഉണ്ട് കേട്ടോ. റോസാ ചെടിയും ഒരു 5-6 കളറ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വളം ചാണകപ്പൊടിയാണ്. പിന്നെ ഇത് കാട്ടിൽ നിന്ന ഒരു ചെടിയാണ്. ഞാൻ വെറുതെ പറിച്ചുകൊണ്ട് വന്ന് ചട്ടിയിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കുറെ ഓർക്കിഡുകൾ ഉണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ പൂക്കളില്ല. പിന്നെ ഇതും അതുപോലെ തന്നെ കാട്ടിൽ നിന്നൊരു ചെടിയാണ്. വെറുതെ ചട്ടിയിൽ വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ട്. പിന്നെ ഈ ചെടി നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 1 മാസം ആയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂവായിട്ടുള്ളൂ. ബാക്കിയെല്ലാം വെറൈറ്റി കളേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് ചെടികൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പുതിയ കുറെ ചെടികളുടെ വിശേഷങ്ങൾ. പിന്നെ ഇലച്ചെടികളും ഉണ്ട്. ഇലച്ചെടികളൊക്കെ നമ്മളിത് ഇതുപോലെ ഒരു മാവിൽ ഇങ്ങനെ തൂക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇലച്ചെടികൾക്ക് നമ്മൾ ഒത്തിരി കെയർ ഒന്നും കൊടുക്കണ്ട, അതങ്ങനെ നിന്നോളൂ കേട്ടോ. ഇടയ്ക്ക് നമ്മളൊന്ന് നനച്ചു കൊടുത്താൽ മതി വെയിലൊക്കെ ആണെങ്കിൽ. ഇപ്പൊ മഴ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ നനച്ചും കൊടുക്കാറില്ല. അതങ്ങനെ ഒരു ശല്യം ഇല്ലാതെ നിൽക്കുന്ന ചെടികളാണ്. പിന്നെ ഈ ചെടി നമ്മളെ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. പേരെനിക്ക് അറിഞ്ഞില്ല. ഇത് നല്ല വാടാതെ തന്നെ 2 പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ അതേ ചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അതിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെഡിനെക്കാട്ടിലും എനിക്ക് ഈ ഒരു കളറാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് റെഡ് നമ്മൾ കമ്പെടുത്ത് നട്ടതാണ് കേട്ടോ. ഇത് കമ്പ് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബിഗോണിയ ചെടികളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും പിടിപ്പിച്ചെടുക്കാൻ സുഖമായിട്ടുള്ള ഒരു ചെടിയാണ് ബിഗോണിയ ചെടി. മറ്റു ചെടികൾ പോലെ നമ്മൾ ഒത്തിരി കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട കേട്ടോ. കുറച്ച് കുഞ്ഞു തണ്ട് നട്ടാൽ പോലും അത് അവിടെ നിന്ന് പിടിച്ചു കെട്ടിക്കോളും. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറച്ച് വെട്ടിവിടാനായിട്ടുണ്ട്. തണ്ട് മൂത്താല് നമ്മൾ വെട്ടിവിടണം. എന്നാൽ മാത്രമാണ് കേട്ടോ പിന്നെ പൂക്കൾ ഉണ്ടായി വരുള്ളൂ. അപ്പോൾ ഇനി ചൈനീസ് ബോൾ ചെടി ആവുന്നവരെ മുറ്റത്ത് ചെടികൾ കുറവാണ്. മുകളിൽ നിന്ന് പൂക്കളായി കഴിയുമ്പോൾ നമ്മൾ താഴെ മുറ്റത്തേക്ക് ഇറക്കി വയ്ക്കും. ഇനി ചൈനീസ് ബോൾ ചെടി ആയി കഴിഞ്ഞാൽ ഞാൻ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂടെ കൂടാൻ മറക്കല്ലേ.